പ്രഭാവതിയുടെ പുതിയ നീക്കങ്ങൾ അറിഞ്ഞില്ലേ ഗോപി? എല്ലാവരും കൂടി കെട്ടിയെഴുന്നള്ളി പോയിട്ടുണ്ട്. അറിഞ്ഞു അമ്മേ. ഞാൻ തിരുമുൽപ്പാടിനെ വിളിച്ചിരുന്നു. എന്താ നിന്റെ തീരുമാനം? എന്റെ തീരുമാനം ആരന്വേഷിക്കുന്നു അമ്മേ? അമ്മയ്ക്ക് അറിയാലോ പ്രഭാവതിയുടെ സ്വഭാവം. വീട് മാറുന്ന കാര്യത്തിൽ തിരുമുൽപ്പാടിന്റെ അഭിപ്രായം കൂടി ഉള്ളതുകൊണ്ട് അവൾക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായി. അവൾ എന്തൊക്കെയോ വലിയ കണക്കുകൂട്ടല്ല. എന്തു വില കൊടുത്തും വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ മിന്നു കെട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഇപ്പൊ അവക്കുള്ളൂ. അവന്റെ പേരിലുള്ള സ്വത്തുവകൾ ലക്ഷ്യമിട്ടാണ് ജാസ്മിൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. നിയമപരമായി ഈ കല്യാണം തടയാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പാർവതിയുടെ അനുവാദം വേണം. അതിനവൾ തയ്യാറുമല്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നിനക്ക് വിശാലിനോടൊന്ന് സംസാരിച്ചുകൂടെ? അവനിപ്പോ പ്രഭാവതിയുടെ ഒരു കളിപ്പാട്ടമാണ്. എന്തായാലും പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. എന്റെ ഗായത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു അമ്മേ. വിധി അതനുഭവിച്ചല്ലേ പറ്റൂ അമ്മേ. പ്രഭാവതി എന്നെ വിളിച്ചതാ കൂടെ ചെല്ലാൻ. ഞാൻ നിന്റെ കൂടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വർഷങ്ങളായി അങ്ങോട്ട് പോയിട്ട്. രാധിക തൽക്കാലം അങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്. അതിന്റെ കാരണം നിനക്കും അറിയാമല്ലോ. മോനെ, പഴയതൊന്നും നിന്നെ ഓർമ്മിപ്പിച്ചതല്ല. രാധിക വരുന്നില്ലെങ്കിൽ വരണ്ട. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയല്ലേ പറ്റൂ. അമ്മ പോയി റെഡിയായിക്കോ. ഞാൻ താഴേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. നിങ്ങൾ മെനട്ടില്ലേ? ആഹാ, ഇത് കലക്കി മനോഹരായിട്ടുണ്ട്. ഞൊടിയുടെ കൊണ്ട് ഒരുക്കാണെന്ന് പറയുകയില്ല. അല്ല, നീ മണ്ഡപം കണ്ടില്ലല്ലോ. അത് കണ്ടാ നീയും ചേച്ചി അന്തം വിട്ട് നിൽക്കും. 10 പേരെ തച്ചിന് നിർത്തി ഒരുക്കിയതാ. നല്ല കാശ് കൊടുത്തു. പിന്നെ കുപ്പി വേറെ. മണവാളനും മണവാട്ടിയും റെഡി. ഗസ്റ്റുകൾ വരുമ്പോ ഇവരിവിടെ ഉണ്ടാവണം. മണവാട്ടിയുടെ സൗന്ദര്യം കണ്ട് ആരും കണ്ണുവെക്കാതിരുന്നാ മതിയായിരുന്നു. അതെ, മുറ്റത്തെങ്ങും കൊണ്ട് നിർത്തല്ലേ. കോലം വെച്ചതാണെന്ന് കരുതിയേ കാക്കകൾ പേടിച്ചോടും. അസൂയിക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നതേ എത്ര ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അസൂയ? അതും ചായം പൂച്ചി നിൽക്കുന്ന ഈ തിരുമോന്ത കണ്ടിട്ട് ലജ്ജാവഹം. പതുക്കെ പറയ് ഗാർഗി.
ഗസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹ, ശ്രദ്ധിക്കുമല്ലോ. അവര് മനസ്സിൽ പറയുന്നു, ഞാനത് ഉറക്കെ പറയുന്നു. ആ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അതെ, എനിക്ക് ഇത്രയും സൗന്ദര്യം ഉള്ളൂ. വിശാലിനും ഇത്രയും സൗന്ദര്യം മതി. അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടതും വിവാഹത്തിന് സമ്മതിച്ചതും. അതൊക്കെ നിന്റെ വെറും തോന്നല. നിനക്കറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മൂത്തു പഴുത്തതും തല്ലി പഴുപ്പിച്ചതും തമ്മിലെ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. മതി, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശാലും ജാസ്മിനും ഒരുമിച്ച് ജീവിക്കണമെന്ന ഈശ്വര നിശ്ചയം. അതുകൊണ്ടല്ലേ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഇവരിവിടം വരെ എത്തിയത്. ഇനി താലികെട്ട്. ദേ ഗാർഗി, അതുകൂടെ കഴിയുന്നത് വരെ നീ നിന്റെ വൃത്തികെട്ട നാവൊന്ന് അടച്ചു വെക്ക്. അതെ, ഇതൊരു അപേക്ഷയാണേ. താലികെട്ടിനി സൂര്യൻ അസ്തമിച്ച് ഉദിച്ചുയരണം. അതിനി ഒരുപാട് സമയമുണ്ട്. ആ ഗ്യാപ്പിൽ ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇതെന്തിനാ വെറ്റിലും പാക്കൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഗസ്റ്റുകൾക്കാണെങ്കിൽ കുറച്ച് സിഗരറ്റും തീപ്പെട്ടിയും കൂടെ വെക്ക്. മുറുക്കയും വലിച്ചും എല്ലാരും രസിക്കട്ടെ. ഇടിയടി മരക്കഴുതേ, അത് മുറുക്കാനും വലിക്കാനൊന്നും അല്ല, ദക്ഷിണ കൊടുക്കാനാ. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണ്ടേ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ. അതിനുള്ള താമ്പൂലോ അത് എവിടുന്ന് കിട്ടിയടാ ഇതിനെ? അതിന് നാളെയല്ലേ കല്യാണം? ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ നാളെയല്ലേ നടക്കുന്നത്? താമ്പൂല ദക്ഷിണ ഇന്ന് കൊടുത്താലും നാളെ രാവിലെ കൊടുത്താലും എല്ലാം ഒരുപോലെ തന്നെയാ. തിരക്കിനിടയിൽ നാളെ അതിനൊന്നും സമയമുണ്ടാവില്ല. എന്ന് പറഞ്ഞ എങ്ങനാ? എന്നാ പിന്നെ താലികെട്ട് കൂടി ഇന്നങ്ങ് നടത്ത്. എല്ലാം ഒരുപോലെയല്ലേ? ഇടി നിന്നെ നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഗോപിയേട്ടനും അമ്മയും വന്നു കഴിയുമ്പോ അവരുടെ അനുഗ്രഹം മേടിക്കണം, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. നാളത്തെ ചടങ്ങിന് നടത്തേണ്ട കാര്യം ഇന്ന് അഡ്വാൻസ് ആയിട്ട് നടത്താൻ അവര് നിന്നു തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? വിശാൽ ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു വാഗ്വാദത്തിന് ഞാനില്ല. അച്ഛന്റെ അച്ഛമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒരു ചടങ്ങിനും ഞാൻ നിന്ന് തരില്ല. കേട്ടല്ലോ? ഇതൊക്കെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാ അവര് വരാൻ വൈകുന്നത്. വിപിൻ പോലും വരാത്തത് അതുകൊണ്ടാ. മനസാക്ഷിയുള്ള ആരെങ്കിലും ഇതിനൊക്കെ കൂട്ടുനിൽക്കൂ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വിപിൻ വരില്ലല്ലേ?
അമ്മയുടെ കൂടെ നിൽക്കാൻ വിപിന്റെ മനസാക്ഷി കുത്താണല്ലേ? അല്ല എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? അത് പിന്നെ അമ്മയെ പിണക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. വിപിൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലല്ലോ. വധൂവരന്മാരെ അനുഗ്രഹിക്കേണ്ടതേ അനിയനല്ല, അച്ഛനും അച്ഛമ്മയും അല്ലേ? അവര് വരില്ല. അതുറപ്പാ. അച്ഛനും അച്ഛമ്മയ്ക്കും 100 ആയുസ. നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ദാ കൺമുന്നിൽ. മോളെ, ആ കാറിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോണ്ട് പോവാ. അല്ല, രാധിക എന്താ വരാത്തത്? അവള് വന്നോളൂ. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് മലമറിക്കാനൊന്നും ഇല്ലല്ലോ. ഗോപിയേട്ടാ, നാളെയാണ് വിവാഹമെങ്കിലും ഇവിടെ നടത്തേണ്ട ചില ചടങ്ങുകള് ഇന്ന് നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം താമ്പൂലം സ്വീകരിച്ച് വിശാലിനെയും ജാസ്മിനെയും നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കണം. നീ എന്താ ഈ പറയുന്ന പ്രഭാവതി? ദക്ഷിണ സ്വീകരിക്കുന്നതിന് കാലവും നേരവും ഒക്കെ ഇല്ലേ? നേരവും കാലമൊക്കെ നോക്കി നിന്നാ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. എല്ലാ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. വിശാലും ജാസ്മിനും നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിയിട്ടേ വെള്ളം പോലും കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അവരെ നിരാശപ്പെടുത്തുന്നത് ശരിയാണോ? ദാ മോനെ,
ഗാർഗയുടെ മുഖം എന്താ കരിക്കലം പോലെ. അളിയനും അമ്മയും താമ്പൂലം സ്വീകരിച്ചത് നിനക്ക് തീരെ പിടിച്ചില്ലല്ലേ? എടി, എല്ലാവരും നിന്നെ പോലെയല്ല. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നവരാ ബുദ്ധിയുള്ളവര്. നിനക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാ നീ ഇപ്പോഴും പാർവതിയുടെ പക്ഷത്ത് നിന്ന് അവളുടെ വക്കാലത്ത് പിടിക്കുന്നേ. പ്രതാപം പറഞ്ഞതിന്റെ അർത്ഥം വിശാലിനെ കൊണ്ട് പാർവതിയെ വിവാഹം കഴിപ്പിച്ചത് എനിക്ക് പറ്റിയ തെറ്റാണെന്നല്ലേ? എന്നാ കേട്ടോ, അപ്പോഴും ഇപ്പോഴും എപ്പോഴും പാർവതിക്ക് എന്റെ മനസ്സിലൊരു ഉറച്ച സ്ഥാനമുണ്ട്. അതെന്ത് സ്ഥാനമാണെന്ന് ഇവളുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നില്ല. അമിത പ്രതീക്ഷയോടെ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന ഇവളുടെ മനസ്സ് ഞാനായിട്ട് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. ഗോപിയേട്ടാ, അവിടെ ഇവിടെയും തൊടാതെ കൊള്ളിച്ചുള്ള ഈ വർത്തമാനം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ദേ, അനുഗ്രഹിച്ച നാവുകൊണ്ട് ഇങ്ങനെ അവഹേളിക്കരുത് കേട്ടോ. ഉള്ള കാര്യം സത്യമായിട്ട് പറയുമ്പോ അതെങ്ങനെ അവഹേളനാവുന്നേ? ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹിച്ചത് അവരുടെ മര്യാദ എന്നുവെച്ച് ഈ കല്യാണം നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ലെന്ന് തന്നെയാ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ദൈവം എന്നൊരാള് മുകളിലുണ്ടല്ലോ. ഒരു നെറുകേടിനും ദൈവങ്ങൾ കൂട്ടു നിൽക്കില്ല. മോളെ ഗാർഗി, നീ പറഞ്ഞ ദൈവത്തിന് ഇന്ന് നിന്നോടെന്തോ ദേഷ്യമുണ്ട്. മുകളിലിരുന്ന് നിന്നെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടാവും. സാരമില്ല, വിവാഹം കഴിഞ്ഞ് നവദമ്പതികളെ മണിയറയിലാക്കിയിട്ട് നീ നിന്റെ മുറിയിൽ പോയി കിടന്ന് കരഞ്ഞോ. നിനക്ക് അല്പം ആശ്വാസം കിട്ടുമല്ലോ. അച്ഛനും അച്ഛമ്മയും പങ്കെടുക്കില്ല എന്നുള്ള നിന്റെ മനപ്രയാസം മാറിയല്ലോ ഗാർഗി. ഈ വിവാഹം ഉള്ളിന്റെ ഉള്ളില് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പുറമേ കാണിക്കാത്തതാ. പുറമേ കാണിച്ചാൽ അത് പാർവതി തള്ളി പറയുന്നത് പോലെ ആവില്ലേ?